മിക്ക ആൾക്കാരും വിചാരിക്കുന്നത് ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് വെച്ചാൽ എപ്പോഴും കാം ആയിട്ടിരിക്കുക, എല്ലാവരെ കൊണ്ടും നല്ലത് പറയിപ്പിക്കുക ആൻഡ് ഫീലിങ്സ് മനസ്സിലാക്കുക, ഇത്രയൊക്കെ ഉള്ളൂ. പക്ഷെ ഞാൻ പറയട്ടെ, ശരിക്കും ഇമോഷണലി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആളുകളെ മറ്റുള്ളവരിൽ നിന്നും ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത് ഇതൊന്നുമല്ല. ഇൻഫാക്ട് നിങ്ങൾ മീറ്റ് ചെയ്യുന്ന ഹൈലി ഇമോഷണലി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആളുകൾ ചിലപ്പോൾ റൂഡായിട്ടും കോൾഡായിട്ടും ഓർ സെൽഫിഷ് ആയിട്ടൊക്കെ തോന്നിച്ചേക്കാം. ആൻഡ് ദാറ്റ്സ് എക്സാക്ട്ലി വൈ ദേ ആർ സോ എഫക്റ്റീവ്. ബിക്കോസ് ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് വെച്ചാൽ ജസ്റ്റ് ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുന്നതിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, മറിച്ച് നമ്മളുടെ പെരുമാറ്റത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന എന്നാൽ നമ്മളുടെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന ചില സൈക്കോളജിക്കൽ ഫോഴ്സസിനെ മനസ്സിലാക്കുന്നതാണ്. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇമോഷണലി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആളുകളുടെ 8 സൈൻസ് ആണ്, 8 ലക്ഷണങ്ങളാണ്. 7ാമത്തെ സൈന് പ്രത്യേകം ശ്രദ്ധിക്കുക, ബിക്കോസ് അതിന് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെയും ലീഡർഷിപ്പിനെയും ഹാപ്പിനെസ്സിനെയും ഒക്കെ പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ യുവർ ബ്രദർ ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ ഗ്രേറ്റ് എപ്പിസോഡ്. സൈൻ നമ്പർ 1, they don't feel the need to win every argument. മെജോറിറ്റി ആൾക്കാരും വിചാരിക്കുന്നത് ഇൻ്റലിജൻസ് എന്ന് വെച്ചാൽ നമ്മൾ പറയുന്നത് ശരിയാണ് എന്ന് എപ്പോഴും എല്ലായിടത്തും പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് എന്നാണ്. ബട്ട് ഇമോഷണലി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആളുകൾക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി ഡീപ്പായിട്ട് അറിയാം. അവർക്കറിയാം ഓരോ ആർഗ്യുമെൻറ്റിനും ശരിക്കും 2 കാരണങ്ങൾ ഉണ്ടാവാം. ഒന്ന്, ശരിക്കും സത്യം എന്താണെന്ന് അറിയാനുള്ള കാരണം. 2, ഈഗോ കാരണം ഉണ്ടാവുന്നത്. മിക്ക ആൾക്കാരും അറിയാതെ ആണെങ്കിൽ പോലും പലപ്പോഴും 2ാമത്തെ കാരണം വെച്ചിട്ടാണ് ആർഗ്യൂ ചെയ്യുക, തർക്കിക്കുക. ഇമാജിൻ, നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങളൊരു ഐഡിയ പറഞ്ഞപ്പോൾ ഒരാൾ അതിനെ വിമർശിച്ചു. സാധാരണ എങ്ങനെയാവും നിങ്ങൾ പ്രതികരിക്കുക? അതിനെ ഡിഫെൻഡ് ചെയ്യും, ന്യായീകരിക്കും, അല്ലെങ്കിൽ അതിനെതിരെ സംസാരിക്കും. ബട്ട് ഇമോഷണലി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആളുകൾ എങ്ങനെ എനിക്ക് അവരെ തർക്കിച്ച് തോൽപ്പിക്കാം എന്ന് ചിന്തിക്കുന്നതിന് പകരം അവർ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ചിന്തിക്കും. ഈ ഒരൊറ്റ ഷിഫ്റ്റ് മതി കാര്യങ്ങളൊക്കെ മാറ്റാനായിട്ട്. കാരണം എപ്പോഴും ശരിയാവണം എന്നുള്ള വാശി മാറ്റിയാൽ തന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് പഠിക്കാനായിട്ട് പറ്റും, മറ്റുള്ളവരേക്കാൾ മുന്നിലെത്താനായിട്ട് പറ്റും. നെക്സ്റ്റ് പറയുന്ന സൈൻ കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇമോഷണലി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആളുകൾക്ക് എപ്പോഴും കാമായിട്ടിരിക്കാനായിട്ട് സാധിക്കുന്നത് എന്ന്. ഈ വീഡിയോ സ്പോൺസർ ചെയ്തിട്ടുള്ളത് ഓടും. ബിസിനസ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഇമോഷണൽ ഇൻ്റലിജൻസ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണോ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിരിക്കും അക്കൗണ്ട്സ് ഒക്കെ മാനേജ് ചെയ്യുന്നതും, അല്ലേ? ചെറിയ ചെറിയ മിസ്റ്റേക്സ് മതി വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെക്കാനായിട്ട്, ആൻഡ് ഒരുപാട് സമയവും വേസ്റ്റ് ആവും. സോ നിങ്ങളുടെ ബിസിനസ്സിലെ ഫൈനാൻസസ് മാനേജ് ചെയ്യാനായിട്ട് ഓടുവിൻ്റെ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ഹെൽപ്പ് ചെയ്യും. ഇത് വെച്ച് നിങ്ങളുടെ അക്കൗണ്ട്സ് ഒക്കെ ഈസി ആൻഡ് എഫിഷ്യൻ്റ് ആയിട്ട് മാനേജ് ചെയ്യാനും എറർ ഫ്രീ ആക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. ഇതിലെ ബാങ്ക് സിങ്ക്രണൈസേഷൻ വെച്ച് നിങ്ങളുടെ ട്രാൻസാക്ഷൻസ് ഒക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് ഇമ്പോർട്ട് ചെയ്യാനും ഫൈനാൻഷ്യൽ ഡാറ്റ അക്യുറേറ്റ് ആൻഡ് അപ് ടു ഡേറ്റ് ആക്കാനും ഹെൽപ്പ് ചെയ്യും. AI പവേർഡ് ഇൻവോയ്സ് ഡിജിറ്റൈസേഷൻ ഫീച്ചർ ഇൻവോയ്സസ് അത് തന്നെ റീഡ് ചെയ്ത് ഡീറ്റെയിൽസ് ഓട്ടോ ഫിൽ ചെയ്യും. സോ ദാറ്റ് നിങ്ങളുടെ കുറേ മാനുവൽ വർക്ക്സ് കുറയ്ക്കാനായിട്ട് പറ്റും. ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻസും മാനേജ് ചെയ്യാം വിത്ത് മൾട്ടി കറൻസി സപ്പോർട്ട് ആൻഡ് റിപ്പോർട്ട്സ് ലൈക്ക് ബാലൻസ് ഷീറ്റ്സ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ്സ്, ക്യാഷ് ഫ്ലോ റിപ്പോർട്ട്സ് വിത്തിൻ ഫ്യൂ ക്ലിക്സ് നിങ്ങൾക്ക് ഇതൊക്കെ ജനറേറ്റ് ചെയ്യാം. ആൻഡ് 70ഓളം രാജ്യങ്ങളിലെ ടാക്സ് റെഗുലേഷൻസും ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് ടാക്സ് കോംപ്ലയൻസ് ബിക്കംസ് സ്ട്രെസ് ഫ്രീ. സോ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ഫൈനാൻസസ് ഈസി ആൻഡ് എഫിഷ്യൻ്റ് ആയിട്ട് മാനേജ് ചെയ്യണോ? ദെൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഓടുവിൻ്റെ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ യൂസ് ചെയ്യാൻ തുടങ്ങാം. ബാക്ക് ടു വീഡിയോ. സൈൻ 2, they notice their emotions before their emotions control them. ഇവിടെയാണ് ഇമോഷണൽ ഇൻ്റലിജൻസ് ഒരു സൂപ്പർ പവറായിട്ട് മാറുന്നത്. പലർക്കും റോളർ കോസ്റ്ററിൽ പോകുന്ന പോലെയാണ് ഇമോഷൻസ് ഉണ്ടാവുക. ദേഷ്യം വരും, ആൻസൈറ്റി ഉണ്ടാവും, ഫ്രസ്ട്രേഷൻ ഉണ്ടാവും, ആൻഡ് അവരത് തിരിച്ചറിയുമ്പോഴേക്കും ആ ഇമോഷൻസ് അവരെ കൺട്രോൾ ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ടാവും. പക്ഷേ ഇമോഷണലി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആളുകൾ അങ്ങനെ ആവില്ല. ഇമോഷൻസ് വന്ന് തുടങ്ങുമ്പോൾ തന്നെ, സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അവരത് തിരിച്ചറിയും. ഞാൻ ദേഷ്യത്തിലാണ് എന്നല്ല, പകരം ഞാൻ ഇറിറ്റേറ്റ് ആവാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്ന്. ഞാൻ ഓവർവെൽംഡ് ആണ് എന്നല്ല, മറിച്ച് എനിക്ക് ടെൻഷൻ കൂടി വരുന്നുണ്ട് എന്ന്. സൈക്കോളജിസ്റ്റ് ഇതിനെ ഇമോഷണൽ ഗ്രാനുലാരിറ്റി എന്നാണ് പറയുന്നത്. ഇമോഷൻസിനെ പ്രിസൈസ് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാം. ആൻഡ് റിസർച്ചേഴ്സ് പറയുന്നുണ്ട് ഇമോഷൻസിനെ കറക്റ്റായിട്ട് തിരിച്ചറിയുന്നവർക്ക് അതിനെ ബെറ്ററായിട്ട് റെഗുലേറ്റ് ചെയ്യാനും പറ്റും, മാനേജ് ചെയ്യാനും പറ്റും എന്ന്. ഒന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കാത്തതിനെ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. എന്ത് ഇമോഷനാണ് എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ തന്നെ, നെയിം ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അവിടെ ഒരു ഡിസ്റ്റൻസ് ഇടാനായിട്ട് പറ്റും. ആ ഇമോഷനെ നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ആ ചെറിയ സൈക്കോളജിക്കൽ ഗ്യാപ്പ് മതി എല്ലാത്തിനെയും മാറ്റിയെടുക്കാനായിട്ട്. പക്ഷേ അവയർനെസ് മാത്രം പോരാട്ടോ. ബിക്കോസ് ചില ആളുകൾക്ക് ഇമോഷൻസ് കറക്റ്റായിട്ട് മനസ്സിലാവും, ബട്ട് എന്നാലും നല്ല തീരുമാനങ്ങൾ എടുക്കാനായിട്ട് കഴിയാറില്ല. അതിനാണ് നെക്സ്റ്റ് സൈൻ.
സൈൻ 4, ദേ ലിസൺ ഫോർ വാട്ട് ഈസ് നോട്ട് ബീങ് സെഡ്. മിക്ക കോൺവെർസേഷനും 2 ലെവൽസിലായിട്ടാണ് നടക്കുക. 1, പറയുന്ന വാക്കുകൾ. 2, ആ വാക്കുകളുടെ അർത്ഥം, മീനിങ്. ആവറേജ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേറ്റേഴ്സൊക്കെ പറയുന്ന വാക്കുകൾ കേൾക്കുക മാത്രമേ ചെയ്യാറുള്ളൂ. പക്ഷേ ഇമോഷണലി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളവർ അതിൻ്റെ മീനിങ്ങും ശരിക്കും മനസ്സിലാക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരാൾ പറയാണ് ഞാൻ ഓക്കെയാണ്, പക്ഷേ ആ പറയുന്ന ടോണിൽ തന്നെ എന്തോ ഒരു പന്തികേടുണ്ട്. ശരിക്കും ഐ കോണ്ടാക്ട് ഉണ്ടാവില്ല, എനർജി മാച്ച് ആവുന്നുണ്ടാവില്ല, വാക്കുകൾ ഒന്ന് പറയുന്നു ബട്ട് സൈക്കോളജി മറ്റൊന്ന് പറയുന്നു. ഇമോഷണലി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആളുകൾ ഈ ഇമോഷണൽ സയൻസ് നന്നായിട്ട് ശ്രദ്ധിക്കും. ഇവർ മെൻ്റലിസ്റ്റ് ഒന്നും അല്ല കേട്ടോ, ബട്ട് നമ്മളുടെ ബോഡി ലാംഗ്വേജ് നോക്കിയാൽ തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് അവർക്ക് നല്ല ഫ്രണ്ട്സ് ആവാനായിട്ട് കഴിയുന്നത്, ലീഡേഴ്സ് ആവാൻ സാധിക്കുന്നത്, നല്ല പാർട്ട്ണർ ആവാനായിട്ട് സാധിക്കുന്നത്. ബിക്കോസ് അവർ ജസ്റ്റ് വാക്കുകൾക്ക് റെസ്പോണ്ട് ചെയ്യാതെ പകരം അവരുടെ ഇമോഷണൽ സ്റ്റേറ്റ് നോക്കിയിട്ടാവും പെരുമാറുക. നെക്സ്റ്റ് പറയാൻ പോകുന്ന സൈൻ നിങ്ങളെ കുറച്ചൊന്ന് അൺകംഫർട്ടബിൾ ആക്കാൻ ചാൻസ് ഉണ്ട്, ബട്ട് എന്നാലും പറയാം. സൈൻ 4, ദേ ആർ കംഫർട്ടബിൾ വിത്ത് ഡിസപ്പോയിൻറ്റിങ് പീപ്പിൾ. ഇത് കേൾക്കുമ്പോൾ നിങ്ങളൊന്ന് ഷോക്ക് ആയേക്കാം, ബട്ട് ലിസൺ. പല ആൾക്കാരും വിചാരിക്കുന്നത് ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് വെച്ചാൽ എല്ലാവർക്കും നമ്മളെ ഇഷ്ടമാവണം, ഒരു പീപ്പിൾ പ്ലീസർ ആവണം എന്നൊക്കെയാണ്. ബട്ട് അതല്ല ഇമോഷണൽ ഇൻ്റലിജൻസ്. ആക്ച്വലി അതിന് നേരെ ഓപ്പോസിറ്റാണ്. ഇമോഷണലി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആളുകൾ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു കാര്യം മനസ്സിലാക്കിയിട്ടുണ്ടാവും. എന്താണെന്ന് വെച്ചാൽ എല്ലാവരോടും യെസ് പറയുക എന്നതിനർത്ഥം നിങ്ങളോട് സ്വയം നോ പറയുക എന്നതാണ്. സോ അവർ ബൗണ്ടറീസ് സെറ്റ് ചെയ്യും. ചില റിക്വസ്റ്റ് ഒക്കെ അവർ റിജക്റ്റ് ചെയ്യും. അവരുടെ സമയം അവർക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ആൻഡ് അത് ചിലപ്പോൾ മറ്റുള്ളവർക്ക് അത്ര ഇഷ്ടമായിക്കൊള്ളണം എന്നില്ല. ബട്ട് ഇമോഷണലി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളവർ എത്ര ആൾക്കാരെ തന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് നോക്കിയിട്ടല്ല തൻ്റെ സക്സസ് അളക്കുന്നത്. പകരം അവരുടെ മൂല്യങ്ങൾ, അവരുടെ വാല്യൂസിനനുസരിച്ച് ആക്ഷൻസ് എടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കിയിട്ടാണ്. ബട്ട് ഇതിനർത്ഥം അവർ ഇൻസെൻസിറ്റീവ് ആണ് എന്നൊന്നുമല്ല കേട്ടോ. ആരെന്ത് പറഞ്ഞാലും ഒരു കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്നതല്ല. പകരം ലോങ് ടേം റെസ്പെക്റ്റിനായിട്ട് ടെമ്പററി ഡിസ്കംഫേർട്ട് സഹിക്കാൻ അവർ റെഡിയാവും. ആൻഡ് നിങ്ങളിതുപോലെ ബൗണ്ടറീസ് സെറ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ, അതായത് ആരെന്ത് ഹെൽപ്പ് ചോദിച്ചാലും നോ പറയാനായിട്ട് സാധിക്കാത്തവരാണെങ്കിൽ, നിങ്ങളൊരു കാര്യം ഓർക്കുക, ഇങ്ങനെ ബൗണ്ടറീസ് സെറ്റ് ചെയ്യാൻ കഴിയാത്ത നിങ്ങളുടെ ദൗർബല്യത്തെ മുതലെടുക്കാൻ ശ്രമിക്കുന്നവരെ ഇങ്ങനെ ചെയ്യുള്ളൂ. ആൻഡ് നാളെ അവർ തന്നെ നിങ്ങളെ തള്ളി പറയും. ഒരു ചോദ്യം, ഇതുവരെ പറഞ്ഞതിൽ നിങ്ങൾക്ക് എത്ര സയൻസ് ഉണ്ട്? ഒന്ന് കമൻറ്റ് ചെയ്യാം. ആളുകൾ അവർ പോലും അറിയാതെ ഇമോഷണൽ ഇൻ്റലിജൻസ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എന്നറിയാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. നെക്സ്റ്റ്, സർഫസ് ലെവൽ അവയർനെസ്സിൽ നിന്നും ട്രൂ ഇമോഷണൽ മാസ്റ്ററിയിലേക്ക് നയിക്കുന്ന ഒരു സൈനാണ്. നമുക്ക് നോക്കാം. സൈൻ 5, ദേ ക്യാൻ ചേഞ്ച് ദെയർ മൈൻഡ് വിത്തൗട്ട് ഫീലിംഗ് വീക്ക്. മിക്ക ആൾക്കാർക്കും വിശ്വാസങ്ങൾ എന്ന് വെച്ചാൽ പൊസഷൻസ് പോലെയാണ്. താൻ കൈവശം വെച്ചിട്ടുള്ള എന്തോ ഒരു വസ്തു പോലെയാണ്. ഒരു ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ എപ്പോഴും അതിനെ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കും, പ്രൊട്ടക്റ്റ് ചെയ്യാൻ നോക്കും, അതിനുവേണ്ടി ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ഇമോഷണൽ ഇൻ്റലിജൻസ് ഉള്ള ആളുകൾ വിശ്വാസങ്ങളെ നോക്കിക്കാണുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ്. വർക്കിംഗ് തിയറീസ് ആയിട്ടാണ് അവർ കാണുക, ടെമ്പററി എക്സ്പ്ലനേഷൻസ് ആയിട്ടാണ് അവർ കാണുക, അല്ലാതെ പെർമനൻറ്റ് ഐഡൻറ്റിറ്റി ആയിട്ടാവില്ല. പുതിയ എവിഡൻസസ് വരുമ്പോൾ അവരത് അപ്ഡേറ്റ് ചെയ്യും. എന്നതിനർത്ഥം ഇവർ നിലപാടില്ലാത്തവരാണ് എന്നല്ല കേട്ടോ. പകരം അവർ സെക്യൂർ ആവുന്നതാണ്. ലോകത്ത് പല മാറ്റങ്ങളും വന്നുകൊണ്ടിരിക്കും. മിക്ക ആളുകളും അതിനെ ഭീഷണിയായിട്ട് കാണും. ബട്ട് ഇമോഷണലി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളവർ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ക്യൂരിയസ് ആവും. കാരണം ഗ്രോത്തിന് എപ്പോഴും ഫ്ലെക്സിബിലിറ്റി വേണം. ലേൺ ചെയ്യാനും അൺലേൺ ചെയ്യാനും സാധിക്കണം. മാർക്ക് ദിസ് ലൈൻ, ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി നെക്സ്റ്റ് പറയുന്ന സൈൻ നിങ്ങളുടെ എല്ലാ റിലേഷൻഷിപ്പിനെയും അഫക്റ്റ് ചെയ്യുന്ന ഒന്നാണ്. സോ ഇറ്റ് ഈസ് വെരി പവർഫുൾ. സൈൻ നമ്പർ 6, ദേ ഡോണ്ട് ടേക്ക് എവറിത്തിങ് പേഴ്സണലി. ഈ ഒരു ട്രൈറ്റ് തന്നെ നിങ്ങളുടെ ഒരുപാട് സ്ട്രെസ് എടുത്ത് കളയാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഒരാൾ ചിലപ്പോൾ ദേഷ്യപ്പെടുന്നുണ്ടാവും, ഒരാൾ നിങ്ങളുടെ മെസ്സേജ് നോക്കുന്നുണ്ടാവില്ല, മറ്റൊരാൾ നിങ്ങളെ ക്രിട്ടിസൈസ് ചെയ്തു. ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ ആവറേജ് ആയിട്ടുള്ളവർ എങ്ങനെ ചിന്തിക്കുക? അവൻ എന്നെ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല, അവർക്ക് എന്നോട് എന്തോ പ്രശ്നമുണ്ട്, ഞാൻ അവരോട് എന്തോ തെറ്റ് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെയൊക്കെയാവും അല്ലേ? പക്ഷേ ഇമോഷണലി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളവർ ഈ ട്രാപ്പിൽ വീഴില്ല. കാരണം അവർക്കറിയാം ദ വേൾഡ് ഡസൻറ്റ് റിവോൾവ് അറൗണ്ട് മീ. നിങ്ങളോട് ദേഷ്യപ്പെട്ട ആളല്ലേ, ആൾ ചിലപ്പോൾ ബോസിൻ്റെ കയ്യിൽ നിന്ന് നല്ല മുട്ടൻ ചീത്ത കേട്ടിട്ട് വരുമോ, നിങ്ങൾ അയച്ച മെസ്സേജ് നോക്കുന്നില്ലേ, മേ ബി അവർ എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് വർക്കിൽ പെട്ടുപോയതാവും. നിങ്ങളുടെ എന്നല്ല ആരുടെയും മെസ്സേജ് ആൾ നോക്കിയിട്ടുണ്ടാവില്ല. നിങ്ങളെ ക്രിട്ടിസൈസ് ചെയ്ത ആളല്ലേ, ആൾ ചിലപ്പോൾ ആളുടെ സ്വന്തം ഇൻസെക്യൂരിറ്റീസ് എക്സ്പ്രസ് ചെയ്യുന്നതായിരിക്കാം. ബട്ട് എന്ന് കരുതി നിങ്ങളോട് മോശമായിട്ട് പെരുമാറുന്നവരെ ഞാൻ ന്യായീകരിക്കല്ല കേട്ടോ. പക്ഷേ ആവശ്യമില്ലാണ്ട് കുറേ ഇമോഷണൽ ബാഗേജ് നിങ്ങൾ കൊണ്ട് നടക്കേണ്ട കാര്യം ഇല്ല എന്നാണ് ഞാൻ പറയുന്നത്. അത്രേ ഉള്ളൂ. അങ്ങനെ എക്സെപ്ഷണൽ ഇമോഷണൽ ഇൻ്റലിജൻസുമായിട്ട് സൈക്കോളജിസ്റ്റ് അസോസിയേറ്റ് ചെയ്ത സൈനാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്. സൈൻ നമ്പർ 7, ദേ ഗെറ്റ് ക്യൂരിയസ് വെൻ ദേ ഫീൽ ട്രിഗേർഡ്. ഈ വീഡിയോയിലെ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ഒരു സ്കില്ലാണിത് എന്ന് വേണമെങ്കിൽ പറയാം. മിക്ക ആൾക്കാരും ട്രിഗർ ആയാൽ പെട്ടെന്ന് അങ്ങോട്ട് റിയാക്ട് ചെയ്യും. പക്ഷേ ഇമോഷണലി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളവർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും. അവർ സ്വയം ചോദിക്കും, എന്തുകൊണ്ടാണ് അതെന്നെ ഇത്രയ്ക്ക് സ്ട്രോങ്
മുഴുവനായിട്ട് അഫക്റ്റ് ചെയ്തത്? എൻ്റെ എന്ത് വിശ്വാസത്തെയാണ് അത് ചലഞ്ച് ചെയ്യുന്നത്? എന്ത് പേടിയാണ് അതെൻ്റെ ഉള്ളിൽ ഉണ്ടാക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കാം. ഇമോഷണൽ ഡിസ്കംഫോർട്ടിനെ അവർ ഇൻഫോർമേഷൻ ആക്കിയിട്ട് ട്രീറ്റ് ചെയ്യാണ്. ഒരു ഹാർഷ് കമൻറ്റ് ഫീഡ്ബാക്ക് ആയി മാറും. ഫ്രസ്ട്രേഷൻ എന്തെങ്കിലും ക്ലൂ ആയിട്ട് മാറും. ഇതുകൊണ്ടൊക്കെയാണ് ഇമോഷണലി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളവർ പെട്ടെന്ന് ഗ്രോ ചെയ്യുന്നത്. ഇമോഷൻസിനെ അവർ ഡാറ്റ ആയിട്ടാണ് യൂസ് ചെയ്യുക, അല്ലാതെ കമാൻഡ്സ് ആയിട്ടാവില്ല. ആൻഡ് ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയാലുണ്ടല്ലോ പിന്നെ ആളുകൾക്ക് നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഫാസിനേറ്റിംഗ്, റൈറ്റ്? അങ്ങനെ നമ്മൾ അവസാനത്തെ സൈനിൽ എത്തിയിരിക്കുകയാണ്. സൈൻ നമ്പർ 8. They don't absorb other people's emotions. പലരും വിചാരിക്കുന്നത് എംപതി എന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ ഇമോഷൻസ് കൂടി എടുത്ത് അതും ചുമന്നുകൊണ്ട് നടക്കലാണ് എന്നാണ്. പക്ഷേ ഇമോഷണലി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളവർക്കറിയാം ബേൺ ഔട്ട് ആവാനായിട്ട് ഇതിലും ബെസ്റ്റ് മാർഗം വേറെയില്ല എന്ന്. സോ ഇതിന് പകരം അവർ കമ്പാഷനേറ്റ് ഡിറ്റാച്ച്മെൻറ്റ് പ്രാക്ടീസ് ചെയ്യും. എന്ന് വെച്ചാൽ അവർ വളരെ ആഴത്തിൽ കെയർ ചെയ്യും, പക്ഷേ അതിൽ മുങ്ങിപ്പോവില്ല. തൻ്റെ ഫ്രണ്ട് ആൻഷ്യസ് ആവുകയാണെങ്കിൽ അവർക്കൊരു സപ്പോർട്ട് കൊടുക്കും, അല്ലാതെ താനും കൂടി ആൻഷ്യസ് ആവില്ല ചെയ്യുക. ഒരാൾ ദേഷ്യത്തിലാണെങ്കിൽ അവരവരെ കേൾക്കും, അല്ലാതെ ആ ദേഷ്യത്തെ അബ്സോർബ് ചെയ്യില്ല. ഇങ്ങനെ ചെയ്യുമ്പോൾ അവിടെ ഒരു ബാലൻസ് ഉണ്ടാവും. എംപത്തറ്റിക് ആവാൻ പറ്റും, എന്നാൽ എക്സ്ഹോസ്റ്റഡ് ആവുകയുമില്ല. സ്വയം നഷ്ടപ്പെടുത്താതെ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാം, മറ്റുള്ളവരുമായിട്ട് കണക്ട് ചെയ്യാം. ആൻഡ് ദിസ് ഈസ് എ ഗ്രേറ്റ് സൈൻ ഓഫ് ഇമോഷണൽ ഇൻ്റലിജൻസ്. സോ പെട്ടെന്നൊന്ന് റീക്യാപ്പ് ചെയ്യാം. ഇമോഷണലി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആളുകൾ എല്ലാ ആർഗ്യുമെൻറ്റ്സിനും വിൻ ചെയ്യാൻ നോക്കില്ല. ഇമോഷൻസ് തന്നെ കൺട്രോൾ ചെയ്യുന്നതിന് മുന്നേ തന്നെ അത് മനസ്സിലാക്കും. വാക്കുകളുടെ മീനിങ് ശരിക്കും മനസ്സിലാക്കും. അൺകംഫർട്ടബിൾ ആണെങ്കിലും ബൗണ്ടറീസ് സെറ്റ് ചെയ്യും. എവിഡൻസ് മാറുമ്പോൾ അവരുടെ വിശ്വാസങ്ങളും മാറ്റും. എല്ലാം പേഴ്സണലായിട്ട് എടുക്കുന്നത് അവോയ്ഡ് ചെയ്യും. ട്രിഗേർഡ് ആകുമ്പോൾ അതിനെപ്പറ്റി ക്യൂരിയസ് ആവും. മറ്റുള്ളവരുടെ ഇമോഷണൽ ബേർഡൻ ക്യാരി ചെയ്യാതെ തന്നെ മറ്റുള്ളവരെ കെയർ ചെയ്യും. സോ ഇവിടെയൊക്കെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, ഇവിടെ നിങ്ങളെ പെർഫെക്റ്റ് ആക്കുന്ന കാര്യങ്ങളല്ല പറഞ്ഞിട്ടുള്ളത്, പകരം കൂടുതൽ അവെയർ ആവുക എന്നുള്ളതാണ്. ഇമോഷൻസിനെ അവോയ്ഡ് ചെയ്യാനുള്ള കഴിവല്ല ഇമോഷണൽ ഇൻ്റലിജൻസ്, മറിച്ച് അതിനെ ശരിക്കും മനസ്സിലാക്കാനുള്ള കഴിവാണ്. ആൻഡ് അത് മനസ്സിലാക്കിയാൽ ദെൻ ഇമോഷൻസിന് നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല, നിങ്ങൾക്ക് ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ റിലേഷൻഷിപ്സ് ഇമ്പ്രൂവ് ആവും, ഡിസിഷൻസ് ഇമ്പ്രൂവ് ആവും, ലൈഫ് കുറേ കൂടി ഈസി ആവും. സോ ദാറ്റ്സ് ഇറ്റ്. വീഡിയോ നിങ്ങൾക്കാർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് ഫോളോ ഫോർ മോർ. ഹാവ് എ ഗ്രേറ്റ് ഡേ.